പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു രസകരമായ കഥയാണ്. തെന്നാലി രാമൻ്റെ വിസ്മയ കഥകളാണ്. ഈ കഥ ഒരുപാട് കാലം മുമ്പ് നടന്നതാണ്. അങ്ങ് ദൂരെ തെക്കേ ഇന്ത്യയിൽ വിജയനഗരം എന്നൊരു മഹാനഗരമുണ്ടായിരുന്നു. അവിടം ഭരിച്ചിരുന്നത് കൃഷ്ണദേവരായർ എന്നൊരു മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം സുവർണ കാലഘട്ടമായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. രാജാവിൻ്റെ സദസ്സ് പണ്ഡിതന്മാരും കവികളും കലാകാരന്മാരും നിറഞ്ഞതായിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന 8 മഹാകവികൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളായിരുന്നു. ബുദ്ധിയും അറിവും കലയും ഒരുപോലെ വിലമതിക്കപ്പെട്ടിരുന്ന ഒരു ഇടമായിരുന്നു അത്. ഈ അന്തരീക്ഷം തെന്നാലി രാമൻ്റെ പ്രതിഭയ്ക്ക് വളരാനുള്ള മികച്ച സാഹചര്യമൊരുക്കി. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വെറും വിനോദത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ച ഒന്നായിരുന്നില്ല, മറിച്ച് അറിവും വിവേകവും നിറഞ്ഞ ഒരു ബുദ്ധിശക്തിയായിരുന്നു. അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരാളായിരിക്കുകയും അതേസമയം ഒരു വിദൂഷക കവിയായി അറിയപ്പെടുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ആഴം വെളിപ്പെടുത്തുന്നു. ഗുരുതരമായ കാവ്യരചനയിലും മൂർച്ചയേറിയ ഫലിതത്തിലും ഒരേപോലെ മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കൃഷ്ണദേവരായരുടെ മഹത്തായ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ ഒരാളായിരുന്നു തെന്നാലി രാമൻ എന്നറിയപ്പെട്ട ഗർലപതി തെന്നാലി രാമകൃഷ്ണൻ. അദ്ദേഹം വെറുമൊരു വിദൂഷകൻ മാത്രമായിരുന്നില്ല, ഒരു വലിയ കവിയും പണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തെ ദക്ഷിണേന്ത്യയിലെ ബീർബൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ വിശേഷണം തെന്നാലി രാമനെ കേവലം ഒരു പ്രാദേശിക ഐതിഹ്യത്തിൽ ഒതുക്കാതെ ജ്ഞാനവും ഫലിതവും സമന്വയിപ്പിച്ച ഒരു സാംസ്കാരിക മാതൃകയായി ഉയർത്തിക്കാട്ടുന്നു. ബീർബലിൻ്റെ കഥകൾ പോലെ തെന്നാലി രാമൻ്റെ കഥകളും ബുദ്ധിപരമായ പ്രശ്നപരിഹാരങ്ങൾ, നീതി, അഹങ്കാരത്തിന്മേലുള്ള വിവേകത്തിൻ്റെ വിജയം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് കൂടുതൽ ആഴവും പ്രാധാന്യവും നൽകുന്നു. കൂടാതെ ഇന്ത്യയിലുടനീളമുള്ള സമാനമായ കഥാസന്ദർഭങ്ങളുമായി അദ്ദേഹത്തെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തെന്നാലി രാമൻ്റെ ജീവിതത്തിലെ ചില വിസ്മയകരമായ സംഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിരിയും ചിന്തയും ഒരേപോലെ നിറയും. തെന്നാലി രാമൻ്റെ കഥകൾ കേവലം വിനോദത്തിനു വേണ്ടി മാത്രമല്ല, തലമുറകളിലേക്ക് മൂല്യങ്ങളും വിവേകവും പൈതൃകവും കൈമാറ്റം ചെയ്യാനുള്ള ഒരു മാന്ത്രിക വഴി കൂടിയാണ്. തെനാലി രാമൻ്റെ കഥകളെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അവ വെറും ചരിത്രപരമായ സംഭവങ്ങളായി മാറുന്നില്ല, മറിച്ച് ജീവനുള്ള പാഠങ്ങളായി നമ്മുടെ മനസ്സിൽ നിറയും. തെനാലി രാമകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. വിജയനഗര സാമ്രാജ്യത്തിലെ തെനാലി എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗർലപതി രാമയ്യ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. എന്നാൽ രാമകൃഷ്ണൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി. പിന്നീട് അമ്മ ലക്ഷ്മിയമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അമ്മ അദ്ദേഹത്തെ വിജയനഗരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ എളിയ തുടക്കവും ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യവും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അറിവ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ
അദമ്യമായ ആഗ്രഹം പിന്നീട് ഒരു വലിയ പണ്ഡിതനായി മാറാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഈ കഥാസന്ദർഭം പാരമ്പര്യ കഥകളിൽ സാധാരണയായി കാണുന്ന ഒരു രൂപകമാണ്. ഇത് ജന്മസിദ്ധമായ കഴിവ്, കഠിനാധ്വാനം, സ്വയം പഠിക്കാനുള്ള ആഗ്രഹം എന്നിവയ്ക്ക് ഔപചാരികമായ വിദ്യാഭ്യാസത്തെക്കാളും സാമൂഹിക പദവിയേക്കാളും പ്രാധാന്യം നൽകുന്നു. ഇത് തെനാലി രാമനെ ഒരു പ്രചോദനം നൽകുന്ന വ്യക്തിത്വമായി മാറ്റുന്നു. കാരണം വിവേകവും വിജയവും നേടുന്നത് സ്വന്തം അർപ്പണബോധം മതി എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ ഒരു വലിയ പണ്ഡിതനാക്കി മാറ്റി. ഒരു ഐതിഹ്യം ഇങ്ങനെ പറയുന്നു: വൈഷ്ണവ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ശൈവനായതുകൊണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹം ലക്ഷ്യമില്ലാതെ അലഞ്ഞു. അപ്പോൾ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. ആ സന്യാസി അദ്ദേഹത്തോട് കാളീദേവിയെ ആരാധിക്കാൻ ഉപദേശിച്ചു. കാളീദേവി അദ്ദേഹത്തിൻ്റെ ഭക്തിയിലും ബുദ്ധിയിലും പ്രസാദിച്ച് അനുഗ്രഹിച്ചു. ഒരു മഹാനായ കവിയാകണമെന്ന് ദേവി പ്രവചിച്ചു. ഈ ഐതിഹ്യം കേവലം ഒരു ഭാവനാത്മകമായ കഥയല്ല, മറിച്ച് തെനാലി രാമൻ്റെ അസാധാരണമായ ബുദ്ധിക്കും കാവ്യപരമായ പ്രതിഭയ്ക്കും ഒരു ദൈവികമായ അടിത്തറ നൽകുന്നു. പരമ്പരാഗതമായ കഥകളിൽ അസാധാരണമായ കഴിവുകൾക്ക് പലപ്പോഴും ദൈവികമായ അനുഗ്രഹത്തിൻ്റെ പിൻബലം ഉണ്ടാകാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ഒരു സാധാരണ മനുഷ്യൻ്റെ കഴിവുകൾക്ക് അപ്പുറം ദൈവികമായ ഒരു വരദാനമായി ഉയർത്തിക്കാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ വിദൂഷക വേഷം പോലും വിവേകവും സത്യവും രാജാക്കന്മാർക്ക് പോലും പകർന്നു നൽകാനുള്ള ഒരു ദൈവികമായ നിയോഗമായി ഇതിലൂടെ മാറുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ഒരു ആത്മീയവും ലക്ഷ്യബോധമുള്ളതുമായ മാനം നൽകുന്നു. ഈ മുത്തശ്ശിക്കഥ പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിക്കഥ പോലെ ചേർന്ന് ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഈ കഥയിൽ ഉൾക്കൊള്ളുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ രാമലിംഗം തെനാലിയിൽ നിന്ന് വിജയനഗരത്തിലെത്തി. ക്രമേണ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഒരു ഉപദേഷ്ടാവും കവിയുമായി നിയമിക്കപ്പെട്ടു. ഒരു ദരിദ്രകുമാരൻ രാജസദസ്സിലെത്തുന്ന ഈ യാത്ര കഴിവുകൾക്ക് അംഗീകാരം ലഭിച്ചിരുന്ന ഒരു വ്യവസ്ഥയെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള ബുദ്ധിയും ഫലിതവും കാരണം വികടകവി അല്ലെങ്കിൽ വിദൂഷക കവി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. കൃഷ്ണദേവരായരുടെ സദസ്സിലെ 8 മഹാകവികളായ അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി. ഈ പരിവർത്തനം ഒരു സാധാരണക്കാരൻ തൻ്റെ കഴിവുകൾ കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു. വിജയനഗര സാമ്രാജ്യം, പ്രത്യേകിച്ച് കൃഷ്ണദേവരായരുടെ കീഴിൽ, സാമൂഹിക പദവികളോ സമ്പത്തോ നോക്കാതെ കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് തെനാലി രാമൻ്റെ വിജയഗാഥയെ കൂടുതൽ ആകർഷകവും പ്രചോദനപരവുമാക്കുന്നു. തെനാലി രാമൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനായ ഉപദേഷ്ടാവുമായിരുന്നു. രാജാവിനെ പല കാര്യങ്ങളിലും സഹായിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. എന്നാൽ വെറുമൊരു ഉപദേഷ്ടാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം. ഒരു വിദൂഷകൻ എന്ന നിലയിൽ രാജാവിനെ പോലും വിമർശിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവ് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. ഒരു രാജസദസ്സിൽ രാജാവിനെ വിമർശിക്കാൻ അനുവാദമുള്ള ഒരു സ്ഥാനം വളരെ അപൂർവമാണ്. ഇത് കൃഷ്ണദേവരായരുടെ വ്യക്തിത്വത്തെയും ഭരണരീതിയെയും കുറിച്ച് പലതും പറയുന്നു. സത്യത്തെയും വിവേകത്തെയും വിലമതിക്കുന്ന ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ഈ സവിശേഷമായ ബന്ധം തെനാലി രാമൻ്റെ കഥകൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. തമാശകളിലൂടെയും
ഫലിതങ്ങളിലൂടെയും അധികാരത്തിലുള്ളവർക്ക് സത്യം തുറന്നു പറയാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. ഇത് അദ്ദേഹത്തിൻ്റെ കഥകളെ കേവലം വിനോദത്തിൽ ഒതുക്കാതെ അധികാരത്തോട് സത്യം പറയാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാക്കി മാറ്റുന്നു. സദസ്സിലെ പല സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തെനാലിരാമൻ തൻ്റെ തക്ക സമയത്തുള്ള ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളിയായിരുന്ന രാജകീയ പുരോഹിതൻ തഥാചാര്യയെ പലപ്പോഴും രാമൻ ബുദ്ധിമുട്ടിലാക്കി. തെനാലിരാമൻ ബുദ്ധിശക്തിയാലും വാക്ശക്തിയാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശേഷ പ്രതിഭയായിരുന്നു. രാജകീയ പുരോഹിതനെ പോലുള്ള പരമ്പരാഗത അധികാര സ്ഥാനങ്ങളെ തെനാലിരാമൻ ബുദ്ധിപൂർവം തോൽപ്പിക്കുന്ന ഈ രംഗങ്ങൾ കേവലം ബുദ്ധിയുടെ വിജയമല്ല, മറിച്ച് പ്രായോഗികമായ വിവേകത്തിൻ്റെയും സാധാരണ ബുദ്ധിയുടെയും വിജയമാണ്. ഇത് പലപ്പോഴും അഹങ്കാരത്തെയും യാഥാസ്ഥിക ചിന്തകളെയും ചോദ്യം ചെയ്യുന്നു. സാധാരണക്കാർക്ക് തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വലിയ പ്രശ്നങ്ങളെയും അധികാരത്തിൽ ഉള്ളവരെയും നേരിടാൻ കഴിയുമെന്ന ഒരു സന്ദേശം ഈ കഥകൾ നൽകുന്നു. ഇത് തെന്നാലിരാമനെ സാധാരണക്കാരുടെ ബുദ്ധിയുടെ ഒരു പ്രതിനിധിയാക്കി മാറ്റുന്നു. തെനാലിരാമന്റെ ജീവിതം അനേകം കഥകളാൽ സമ്പന്നമാണ്. ഓരോ കഥയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും തെളിവാണ്. ഈ കഥകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വാദ്യകരമാണ്. ഒരിക്കൽ കുതിരകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കൃഷ്ണദേവരായ രാജാവിനെ കാണാൻ ഒരു വ്യാപാരി വന്നു. താൻ അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും മികച്ച ഇനം കുതിരയെ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവിന് കുതിരയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വ്യാപാരി പറഞ്ഞു, ഇതുപോലുള്ള 2 കുതിരകൾ കൂടി തനിക്ക് അറേബ്യയിലുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ അവയെ കൊണ്ടുവരാമെന്നും ഈ വിദേശി പറഞ്ഞു. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ 5000 സ്വർണ്ണ നാണയം മുൻകൂറായി വ്യാപാരിക്ക് നൽകി. 2 ദിവസം 2 ആഴ്ചയായി വ്യാപാരിയുടെ പൊടി പോലും കണ്ടില്ല. രാജാവ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം തെനാലിരാമൻ എന്തോ എഴുതുന്നത് കണ്ടു. രാജാവ് ചോദിച്ചപ്പോൾ തെനാലിരാമൻ മടിച്ചു ആ കടലാസ് രാജാവിനെ കാണിച്ചു. അതിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരുടെ പട്ടികയായിരുന്നു. രാജാവിൻ്റെ പേരായിരുന്നു അതിൽ ഒന്നാമത്. രാജാവ് കോപിച്ചു, കാരണം ചോദിച്ചു. അപ്പോൾ തെനാലിരാമൻ പറഞ്ഞു, അപരിചിതനായ ഒരു വ്യാപാരിക്ക് 5000 സ്വർണ്ണ നാണയം മുൻകൂറായി നൽകി. അവൻ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് അങ്ങ് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടൻ. രാജാവ് ചോദിച്ചു, അവൻ തിരിച്ചു വന്നാലോ? തെനാലിരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങയേക്കാൾ വലിയ മണ്ടനാകും. അവന്റെ പേര് അങ്ങയുടെ പേരിന് പകരം ഈ പട്ടികയിൽ ഒന്നാമത് വരും. യഥാർത്ഥ വിവേകം എന്നത് അറിവ് മാത്രമല്ല, വിനയവും സാധാരണ ചിന്തകൾക്കപ്പുറം ചിന്തിക്കാനുള്ള കഴിവും കൂടിയാണെന്ന് ഈ കഥകൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് വിനയമുള്ളവനായിരിക്കുക എന്ന പാഠം ഈ കഥ നൽകുന്നു. രാജസദസ്സിന് പുറത്ത് നീതി നടപ്പാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ കഥയിലൂടെ വെളിപ്പെടുന്നു. ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് രാജാവ് തെനാലിരാമനോട്, അതുപോലെ തന്നെ മറ്റ് വിദൂഷകന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ചോദിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖം നൽകുന്ന വസ്തുത എന്താണെന്ന്. അപ്പോൾ ഇത് കേട്ട് പണ്ഡിതന്മാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കുന്നതാണ്, ശരിയായി ഉറങ്ങുന്നതാണ്, അതുപോലെ തന്നെ സ്ത്രീകളുമൊത്തുള്ള ശയനമാണ്. ചിലർ പറഞ്ഞു ധാരാളം സമ്പത്ത് കാണുന്നതാണ് ഏറ്റവും വലിയ സുഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന
തെനാലിരാമന്റെ മുഖത്തേക്ക് രാജാവ് ഒന്ന് നോക്കി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം രാമനോട് ചോദിച്ചു, രാമൻ എന്താണ് ഒന്നും പറയാതിരിക്കുന്നത്? ഇതിന് മറുപടി പറയൂ. അപ്പോൾ തെനാലിരാമൻ പറഞ്ഞു, അങ്ങ് കോപിക്കരുത്, ഞാൻ ഉള്ളത് തുറന്നു പറയാം. ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും സുഖകരമായ സംഭവം എന്ന് പറയുന്നത് ശരിയായ മലമൂത്ര വിസർജനമാണ്. ഇത് കേട്ടപ്പോൾ മറ്റു പണ്ഡിതന്മാരെല്ലാം രാമനെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് രാമൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തെളിയിച്ചു തരാം. രാമൻ ഒന്നും കാണാതെ ഇത് പറയില്ല എന്ന് രാജാവിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് രാമന് അനുവാദം കൊടുത്തു. അനുവാദം കിട്ടിയ ഉടൻ തന്നെ തെനാലിരാമൻ രാജാവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു ഓട്ടമായിരുന്നു. കാരാഗ്രഹത്തിനടുത്തേക്കാണ് ഓടിയത്. അദ്ദേഹം ഓടിച്ചെന്ന് അതിൻ്റെ ഒരു വാതിൽ തുറന്ന് രാജാവിനെ അതിലേക്ക് പിടിച്ചിട്ട് വിളിച്ചു നിന്ന് ആ കാരാഗ്രഹം പൂട്ടി. രാജാവ് അമ്പരന്ന് നിന്നു. എങ്കിലും അദ്ദേഹത്തെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, രാമൻ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെ ചെയ്യുകയില്ല എന്ന്. അങ്ങനെ ആ കാരാഗ്രഹത്തിൽ രാജാവ് മണിക്കൂറുകളോളം അങ്ങനെ കിടന്നു. രാജാവിന് വെള്ളം, ആഹാരം എന്നിവയെല്ലാം സമയാസമയങ്ങളിൽ എത്തിച്ചുകൊണ്ടിരുന്നു. നേരം വൈകി. രാജാവിന് വയറ്റിൽ പ്രശ്നങ്ങളായി. രാജാവ് രാമനോട് പറഞ്ഞുകൊണ്ടിരുന്നു, രാമ ഇതൊന്ന് തുറന്നു വിടൂ. രാമൻ അനങ്ങിയില്ല. പിറ്റേ പ്രഭാതമായപ്പോൾ രാജാവ് വശം കെട്ടു. രാജാവിന് ഒരു നിക്കക്കള്ളിയും ഇല്ലാതായി. രാജാവിന് കാരാഗ്രഹത്തിൽ മലമൂത്ര വിസർജനം നടത്താൻ കഴിയില്ലല്ലോ, രാജാവല്ലേ. അവസാനം ഒരു ഉച്ചയായ സമയമായപ്പോഴേക്കും തെനാലിരാമൻ കാരാഗ്രഹത്തിൻ്റെ പൂട്ട് തുറന്ന് രാജാവിനെ പുറത്തെടുത്തു. രാജാവ് അവിടെ നിന്ന് എങ്ങും നിന്ന് ആരോടും ഒന്നും പറയാതെ ഒരു ഒറ്റ ഓട്ടം കൊടുത്തു. അദ്ദേഹം ഓടി മലമൂത്ര വിസർജനം നടത്തിയിട്ട് പുറത്തേക്കിറങ്ങി വന്ന് അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന രാമനോട് പറഞ്ഞു, രാമൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഒരു മനുഷ്യന് ഏറ്റവും സുഖകരമായ കാര്യമെന്ന് പറയുന്നത് ശരിയായ മലമൂത്ര വിസർജനമാണ്. രാമൻ്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നിയ രാജാവ് പ്രത്യേക പാരിതോഷികങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. തെനാലിരാമൻ കഥകൾ വെറും കഥകളായിരുന്നില്ല. തെനാലിരാമൻ വെറും കഥകളിലെ നായകനുമായിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ സാഹിത്യകാരൻ കൂടിയായിരുന്നു. പാണ്ഡുരംഗ മഹാത്മ്യം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി തെലുങ്ക് സാഹിത്യത്തിലെ 5 മഹത്തായ കാവ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് കൂടുതൽ ആഴം നൽകുന്നു. അദ്ദേഹത്തെ കേവലം ഒരു ഹാസ്യ കഥാപാത്രമായി കാണുന്നതിനപ്പുറം ഒരു വലിയ പണ്ഡിതനും കവിയുമായി ഇത് അടയാളപ്പെടുത്തുന്നു. ഒരു വിദൂഷക കവി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ ഉന്നത നിലവാരമുള്ള ഒരു കവി കൂടിയായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. തെനാലിരാമൻ്റെ കഥകൾ തലമുറകളായും വാമൊഴിയായും വരമൊഴിയായും കൈമാറ്റം ചെയ്യപ്പെട്ടു. പുസ്തകങ്ങളായും അമർ ചിത്രകഥകളായും അവ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമകളായും അതേപോലെ തന്നെ പല ഭാഷകളിലെ സീരിയൽ അല്ലെങ്കിൽ TV പരമ്പരകളായും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആനിമേഷൻ പരമ്പരകളായും നമ്മുടെ മുന്നിലേക്ക് തെനാലിരാമൻ കഥകൾ വന്നിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ അതേപോലെ തന്നെ ഭാഷകളിലൂടെയും പതിറ്റാണ്ടുകളായി ഈ കഥകൾക്ക് തുടർച്ചയായി ലഭിക്കുന്ന സ്വീകാര്യത തെനാലിരാമൻ്റെ കഥാപാത്രത്തിനും അവയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ധാർമ്മിക പാഠങ്ങൾക്കും കാലാതീതമായ ആകർഷണീയത ഉണ്ടെന്ന് തെളിയിക്കുന്നു. ബുദ്ധിയും അതുപോലെ ബുദ്ധി, നീതി, അഹങ്കാരത്തെ അതിജീവിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഭാഷാപരവും
തലമുറകളിലൂടെ ഉള്ളതുമായ അതിരുകൾക്ക് അപ്പുറം നിലനിൽക്കുന്നു എന്നിത് കാണിക്കുന്നു. ഈ തുടർച്ചയായ സാംസ്കാരിക സാന്നിധ്യം തെനാലി രാമൻ ഒരു ചരിത്രപുരുഷൻ എന്നതിലുപരി നമ്മുടെ കൂട്ടായ ഓർമ്മയുടെയും മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു സജീവ ശക്തിയുടെയും ഭാഗമായി നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. തെനാലി രാമൻ കഥകൾ വെറും തമാശക്കഥകളല്ല. അവയിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പാഠങ്ങളും വിവേകവും ഒളിഞ്ഞിരിക്കുന്നു. അപരിചിതരെ വിശ്വസിക്കുന്നതിലെ ശ്രദ്ധയും കഴിവുകളെക്കുറിച്ച് വിനയമുള്ളവരായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതുപോലുള്ള പാഠങ്ങൾ ഈ കഥകളിൽ നിന്ന് ലഭിക്കുന്നു. നാടോടി കഥകളുടെയും മുത്തശ്ശിക്കഥകളുടെയും പ്രധാന ലക്ഷണം തന്നെ വിനോദത്തോടൊപ്പം മൂല്യങ്ങളും ധാർമ്മികതയും പഠിപ്പിക്കുക എന്നതാണ്. തെനാലി രാമൻ്റെ കഥകൾ ഈ ലക്ഷ്യം ഭംഗിയായി നിറവേറ്റുന്നു. തലമുറകളോളം അനൗപചാരികമായ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഉപാധിയായി അവ വർത്തിക്കുന്നു. തെനാലി രാമൻ കഥകൾ അല്ലെങ്കിൽ തെനാലി രാമൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ബുദ്ധിയുടെയും ഫലിതത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു പ്രകാശ ഗോപുരമാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് നാം ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നേരിടാനും അഹങ്കാരത്തെ തോൽപ്പിക്കാനും സത്യസന്ധത പുലർത്താനും വിനയമുള്ളവരായിരിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും കഥകളിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങൾ എന്നും നമുക്ക് വഴികാട്ടി ആകും. കാലമെത്ര കഴിഞ്ഞാലും തെനാലി രാമൻ്റെ കഥകൾ പുതിയ തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഒരു മുത്തശ്ശിക്കഥയുടെ ഊഷ്മളതയോടെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. അദ്ദേഹത്തിൻ്റെ കഥകൾ കേവലം പഴങ്കഥകളല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലും പ്രസക്തമായ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന നിധികൾ കൂടിയാണ്.